കാണുന്നില്ലല്ലോ. ഈ നേരം വരെ എവിടെയാ? സമയം 6 മണിയായി. ക്ലാസ് വേറുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കൂട്ടുകാരത്തെ ഒന്ന് വിളിച്ചോക്കാം. ഹലോ, മോള അശ്വതി. മഞ്ജുവിൻ്റെ അമ്മയാണേ. ആ മോളിന്ന് സ്പെഷ്യൽ ക്ലാസ് ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അഞ്ചു ഇതുവരെ ഇല്ല. അവളൊന്നും പറഞ്ഞിട്ടില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണതാ. ഇതൊന്നും പറഞ്ഞില്ല. ആ ആര്? ആ ആ ആ അറിയാം അറിയാം അറിയാം. അവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി മോളെ. വീട്ടിലെ അമ്മയ്ക്ക് അച്ഛനൊക്കെ സുഖല്ലേ? ശരി. അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഭഗവാനെ. കുട്ടി തേണ്ട പോയി. സമാധാനമില്ല. നീ ഇത് ഇത്ര നേരം എവിടെയായിരുന്നു? ഇതെങ്ങോട്ടോ ഒരുങ്ങിക്കെട്ടി? പരിപാടിക്ക് പോകാനോ? നമുക്ക് പോണ്ടേ ബർത്ത്ഡേ പാർട്ടിക്ക്? ഞാൻ എത്ര നേരം നിന്നെ കാത്തിരിക്കണത്. തേമ്പാ വന്നിട്ട് കുളിച്ച് റെഡിയാവ്. എന്നിട്ട് ഇതാ ചുരിദാറൊക്കെ ഒന്ന് മാറ്റിയൊരു സാരി. അതൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷെ നിങ്ങൾ വരണ്ട. അവിടെ എന്റെ അച്ഛനല്ലെങ്കിൽ എന്റെ അമ്മേനെ കൂട്ടിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളെ കൂട്ടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്റെ അമ്മയൊന്നുമല്ലല്ലോ, രണ്ടാനമ്മയല്ലേ? നീ ചെല്ല്, പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചെല്ല്. ഞാൻ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മാറ്റി വീട്ടിലിരുന്നോ. അച്ഛനെ നോക്കിയിട്ടിരിക്കാൻ നിങ്ങളിവിടെ വെച്ചേക്കുന്നത്. അച്ഛന്റെ ഒറ്റ ആളുടെ ഇഷ്ടത്തിന് നിങ്ങളിവിടെ നിൽക്കുന്ന പോലും എന്റെ ഇഷ്ടത്തിനല്ല. അതുകൊണ്ട് അച്ഛനെ നോക്കിയിട്ടിരുന്നാൽ മതി. അച്ഛന് വയ്യാത്തല്ലേ, അതാ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഷോ കളിക്കാൻ നടന്നാൽ മതിയല്ലോ. മോളെ നീ എന്തൊക്കെയാ പറയണത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്ര നേരം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ മാറ്റി ഇവിടെ ഇരുന്നോ. അച്ഛന്റെ കൂടെ ഇവിടെ ഇരുന്നോ. നിങ്ങൾക്ക് അച്ഛനാണല്ലോ പറ്റുള്ളൂ. അവരുടെ കൂടെ തന്നെ ഇരുന്നാൽ മതി. എന്റെ കൂടെ എങ്ങോട്ടും വരണ്ട. എനിക്ക് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തണം? പരിചയപ്പെടുത്തിക്കൂടെ? നിങ്ങൾ ഇനി എത്ര കോലം കെട്ടാലും എന്റെ അമ്മ ആവില്ല. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി പൂങ്കണ്ണീരുണ്ടല്ലോ, അത് നിർത്തിക്കോ. എനിക്ക് കാണണ്ട. ഇതിലൊന്നും ഞാൻ അലിയില്ല. നിങ്ങൾ എന്റെ അമ്മയൊന്നുമല്ലല്ലോ. മോളെ എന്തൊക്കെയാ പറയണത്? ഈ സമയം വരെ ഒരു പെൺകുട്ടി പുറത്തു നിൽക്കാൻ പാടുണ്ടോ? ക്ലാസ് എപ്പ വിട്ടതാ? ഞാൻ നിന്റെ കൂട്ടുകാരി അശ്വതിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അവരൊക്കെ വിളിക്കുന്നത്? നിങ്ങൾ എന്റെ അമ്മയെ സ്ഥാപിക്കാനായിരിക്കും അല്ലേ? അവർക്കൊക്കെ അറിയാം നിങ്ങളുടെ രണ്ടാനമ്മയാന്ന്. അധികം ഷോ നടക്കണ്ട ആരുടെ മുന്നിലും. ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് അതിന് വേണ്ടിട്ടാണല്ലോ, കുടുംബക്കാരെ മുന്നിൽ കാണിക്കാൻ നന്നായി നോക്കുന്നുണ്ട് മോളേന്ന്. അത് കൈ തന്നെ വെച്ചാ മതി. എന്റെ കൂടെ വരണ്ട. ഞാൻ വരുന്നില്ല. നീ പൊക്കോ. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ നിന്റെ രണ്ടാനമ്മയാ. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല എന്റെ മോളല്ലാതെ ഞാൻ എന്ത് പറ്റും. എന്റെ മോളായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത്. കരുതുന്നതും ശരിക്കും രണ്ടാ. എങ്ങനെ പോലും നിങ്ങൾ എന്റെ അമ്മ ആവില്ല. അച്ഛമ്മ പറഞ്ഞിട്ട് എനിക്ക് കുറെ അറിയാം നിങ്ങളെ. എന്റെ അമ്മ എന്തായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു. ഞാൻ നിന്നെ നോക്കാതിരുന്നിട്ടുണ്ടോ? എന്റെ അമ്മ കണ്ടതിനേക്കാൾ കൂടുതൽ ഞാനല്ലേ കണ്ടത്? അല്ലേ? നീ ഇരിക്കുന്നതും നീ ചിരിക്കുന്നതും നീ നടക്കുന്നതും നീ വലിയ പെണ്ണായതും ഇപ്പൊ പഠിക്കാൻ പോകുന്നതും എന്റെ കളി ചിരി ആഗ്രഹങ്ങള് എന്നെ ഞാനല്ലേ കണ്ടത്. എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് പറയരുത്. എന്റെ ഇഷ്ടത്തിനല്ല നിങ്ങൾ എന്നെ ജീവിക്കാൻ വിട്ടത്. എന്റെ അച്ഛനെ വരെ നിങ്ങൾ നിങ്ങളെ വരുതിയിലാക്കി. എന്തൊക്കെയാ നീ പറയണത്? നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞു തരുന്നത്? എന്റെ ഇഷ്ടത്തിനാണ് നിങ്ങൾ എന്നെ ജീവിക്കാൻ വിട്ടത്. മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കി. നീ കണ്ടുപിടിച്ച ആ പയ്യൻ കൊള്ളില്ല. എന്റെ ആങ്ങളാരും നിന്റെ അച്ഛന്റെ കൂട്ടുകാരും നിന്റെ ഇളയച്ചന്മാരും എല്ലാവരും പോയി അന്വേഷിച്ചതാ. അവര് പറഞ്ഞത് ഈ ഫോണിലുണ്ട്. അവൻ ഭയങ്കര പ്രശ്നക്കാരനാ. നിങ്ങൾ പറയുന്ന അപ്പുറത്തേക്ക് എന്റെ അച്ഛൻ നിൽക്കില്ലല്ലോ. അത് നിങ്ങൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛനെ പറഞ്ഞ ആദ്യമേ സോപ്പിട്ട് വെച്ചു നടത്തരുത്. ഞാൻ സന്തോഷിനെ കാണാനും നിങ്ങൾക്ക് സഹിക്കില്ലല്ലോ. ഒരു കാര്യം മോളോട് പറയട്ടെ. അമ്മയ്ക്കൊരു
ഒരു കുട്ടി പോലും ഇല്ല. ആകെ നീയല്ലേ ഉള്ളൂ. അതെന്റെ പ്രശ്നം കൊണ്ടല്ലല്ലോ. അല്ല, അതെന്റെ പ്രശ്നം കൊണ്ടാ, എന്റെ മനസ്സിന്റെ പ്രശ്നം കൊണ്ടാ. ഒരു നോക്കിലോ വാക്കിലോ ഇനി എനിക്കൊരു കുഞ്ഞുണ്ടായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ എന്റെ മോളോടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാഞ്ഞത്. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അച്ഛനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം നിങ്ങള്. എന്റെ അമ്മ മരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി അച്ഛമ്മ എപ്പോഴും പറയും. അതൊക്കെ സത്യാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ അച്ഛമ്മക്ക് എന്തറിയാം? എന്നെ കുറിച്ച് എന്തറിയാം? നിന്റെ അമ്മയെ കുറിച്ച് എന്തറിയാം? അച്ഛമ്മ കിടക്കുന്ന നാട്ടിലാ, ഇവിടെയല്ല. മോള് ഒരുപാട് ഒരുപാട് വളർന്നു പോയപ്പോ ഈ ചെറിയമ്മയെ മറക്കാന് അമ്മയെന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ഒട്ടും. അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു, നിങ്ങളാണ് എന്റെ അമ്മന്ന്. പക്ഷെ എനിക്ക് അല്ലാതെ മനസ്സിലായി. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കില്ല. നിക്കും. ചേച്ചിയും അങ്ങനെ തന്നെ ചെയ്യാം. കാരണം ചേച്ചിക്ക് മനസ്സിലാവും, അന്വേഷിക്കുമ്പോ നീ അന്വേഷിച്ച പോലെയല്ല, നീ കണ്ടിഷ്ടപ്പെട്ട പോലെയല്ല. അവൻ ഒരുപാട് പ്രശ്നക്കാരനാ, അവനില്ലാത്ത ദുശീലങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ നീ നിന്റെ ഇളയച്ചന്മാരോട് ചോദിക്ക്, എന്താ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്ന്. എനിക്കൊന്നും അറിയണ്ട. നിങ്ങളൊക്കെ കൂടി എന്തേലും കാണിക്കേ. അല്ലെങ്കിലും ഞാനിവിടെ എന്റെ ഇഷ്ടത്തിനും അല്ല, നിങ്ങളുടെയൊക്കെ താളത്തിൽ നിന്ന് തുള്ളുകയാണല്ലോ ഞാൻ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ല എന്ന് എനിക്കറിയാം. എന്റെ അമ്മയുടെ വീട്ടിലോട്ട് പോലും നിങ്ങളൊന്നും വിട്ടില്ലല്ലോ എന്നെ. എന്നെ സ്വന്തം മാമാരല്ലോ, നിങ്ങളുടെ ബ്രദേഴ്സിനല്ലേ ഞാൻ മാമെന്ന് വിളിക്കേണ്ടത്. ഞാൻ വരുന്നില്ല, മോള് പൊക്കോ. മോൾ എവിടെയാന്ന് വെച്ച പൊക്കോ, അമ്മ വരുന്നില്ല. പിന്നെ നീ ഇഷ്ടപ്പെട്ട ആളെ വെച്ചിട്ട് തന്നെ നിന്റെ കല്യാണവും നടത്തി തരാം, പോരെ? നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. അച്ഛൻ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അതിനിപ്പോ ആരായാലും ശരി, എനിക്ക് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം തന്നെ നടന്നോട്ടെ. നിന്റെ അച്ഛന്റെ വാക്കാ ഞാൻ നിന്നോട് പറഞ്ഞത്, അത് നിനക്ക് താല്പര്യമില്ലല്ലോ. എന്റെ അച്ഛന്റെ വാക്ക് നിങ്ങളുടെ വാക്ക് ഇപ്പൊ ഒന്നാണല്ലോ. വർഷങ്ങളായിട്ട് അങ്ങനെയാണല്ലോ. ഞാനല്ലേ ഇവിടെ അന്യ. ഞാൻ എന്താണെന്നും എന്റെ സ്നേഹം എന്താണെന്നും എനക്ക് മനസ്സിലാവുന്ന ഒരു കാലം വരും. പക്ഷെ അന്ന് ഞാനോ നിന്റെ അച്ഛനോ ഉണ്ടാവില്ല ഇവിടെ. പിന്നെ എനിക്ക് ഒരു കുഞ്ഞുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടുപോയി. നിന്നെ അതാ നിന്റെ അച്ഛന്റെ ഈ കുടുംബത്തിലോട്ട് ഞാൻ കയറി വന്നത്. അല്ലാണ്ട് എനിക്ക് മറ്റൊരാളെ കിട്ടാഞ്ഞിട്ടും അല്ല, ഞാൻ നിന്റെ അച്ഛനെ തേടി വന്നതും അല്ല. എല്ലാം ഊട്ടി പറഞ്ഞു തന്ന അമ്മമ്മ ഇത് പറഞ്ഞില്ലേ? ഞാൻ വരുന്നില്ല.